ഹലോ ഗൈസ്, ഒരു പരീക്ഷ ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ഓരോ പരീക്ഷ ചെയ്താലും ഇപ്പൊ ഇങ്ങോട്ട് വരേണ്ട അവസ്ഥയാണ്. അങ്ങനെ ട്രെയിൻ കയറി ഞാനും എന്റെ കുട്ടികളും നേരെ തിരുവനന്തപുരം. അതുകൊണ്ട് ഞാൻ സ്ലീപ്പർ എടുക്കാറില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ആകെയുള്ള ഒരു ആശ്വാസം പോണ നേരത്ത് ഇങ്ങനെ എന്തെങ്കിലും കഴിക്കണതാണ്. ഇതാണ് നമ്മളെ മെയിൻ. സത്യം പറഞ്ഞാൽ പരീക്ഷ എഴുതാൻ പോലും ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ടില്ല. റിസൾട്ട് വരാനാണ് പാട്. അങ്ങനെ നീണ്ട യാത്രയ്ക്ക് ശേഷം നമുക്ക് ഇറങ്ങേണ്ട സ്ഥലത്തി എല്ലാ പരീക്ഷയ്ക്ക് ശേഷം ഇങ്ങോട്ട് വരുന്നതുകൊണ്ട് ഞങ്ങൾ ഇന്നൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി യാത്രയാണ് ഒരുക്കിയിട്ടുള്ളത്. എന്നും ഞങ്ങൾ വന്നപ്പെടുന്ന റൂം എടുക്കലാണ്. ഇന്ന് റെയിൽവേയിലെ വെയിറ്റിംഗ് ഹാളിലാണ് പോയിട്ട് എടുത്തത്. അത്യാവശ്യം വൃത്തിയുള്ള ടോയ്ലറ്റും വിശ്രമിക്കാനുള്ള സ്ഥലവും. പിന്നെ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പുറത്ത് ഇറങ്ങിയിട്ട് പ്രയർ ഹാൾ തരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഈ ഇടവൈൻ്റെ ഉള്ളിൽ കൂടെ അങ്ങോട്ട് പോയാലും ഒരു പ്രയർ ഹാൾ കാണും. ഞങ്ങൾക്ക് ശേഷം ഈ കോഴ്സ് എടുക്കുന്ന ആൾക്കാരും ഇങ്ങോട്ട് പോകേണ്ടിരുന്ന അറിയാം. അതുകൊണ്ട് ഓൽക്കും കൂടി ഉള്ളതാണ്. അങ്ങനെ അവിടുന്ന് ഒരു ഓട്ടോ പിടിച്ച് നമ്മളെ പ്രധാന സ്പോട്ടിലേക്ക് പോകും. തിരുവനന്തപുരത്തിന്റെ നഗരഭംഗി ആസ്വദിച്ച് നേരെ പോയത് നമ്മൾ റോസ് ഹൗസ് കണ്ടു. ഇവിടെ നമുക്ക് കാണേണ്ട ആളുള്ളത്. ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതേമാതിരി വണ്ടി ഇങ്ങോട്ട് വരരുത്. ഇതിന്റെ പിന്നിൽ ഒരുപാട് ഫോൺ കോളുകളുടെ പ്രവർത്തനങ്ങളുണ്ട്. ഞങ്ങൾ നേരത്തെ എത്തിക്കണം, നമുക്ക് കാണേണ്ട ആള് വരുന്നുള്ളൂ. സമയം ഉണ്ടായതുകൊണ്ട് തന്നെ റോസ് ഹൗസ് ഒന്ന് ചുറ്റി കണ്ടു. അങ്ങനെ ഞങ്ങളെ സമയമായി. നമ്മൾ കാണാൻ വന്നത് വേറെ ആരല്ല, വിദ്യാഭ്യാസ മന്ത്രിനാണ്. നല്ലൊരു മനുഷ്യൻ. നല്ലൊരു റിസൾട്ട് എന്തായാലും ഈ ആഴ്ചന്റെ ഉള്ളിൽ വരും. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സ്പീഡാക്കുന്നൊക്കെ ഞങ്ങൾക്ക് ഉറപ്പൊക്കെ തന്നുക്കണം. ഞാൻ അതേപോലെ നടന്നാൽ മതി. ഇനി ഫുഡിന്റെ കാര്യം എന്തെങ്കിലും കാര്യത്തിൽ അങ്ങോട്ട് പോകുകയാണെങ്കിൽ പൊതിഞ്ഞു കൊണ്ടേക്കൂലേ. അതാണ് കഴിച്ചാലാകെ പറ്റിയതാ ഷവർമ മാത്രമേ ഉള്ളൂ. ബാക്കിയൊന്നും 5 കഴിക്കില്ല, നമുക്ക് പറ്റൂല. പോയ കാര്യം റെഡി ആയാൽ മതിയായിരുന്നു. അപ്പോൾ ഓക്കെ, അദിയോസ് ഹബീബ്.